കേരള കലാമണ്ഡലം കടുത്ത പ്രതിസന്ധിയിലെന്ന് കൽപ്പിത സർവകലാശാല ചാൻസലർ മല്ലിക സാരാഭായ്. ഉദ്യോഗസ്ഥർക്ക് വിദ്യാഭ്യാസ ഇല്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. പാർട്ടി നിയമനം കലാമണ്ഡലത്തിന്റെ നടത്തിപ്പിനെ ബാധിക്കുന്നുണ്ടെന്നും മല്ലിക സാരാഭായ് പറഞ്ഞു. A lot of the office staff is completely incapable of doing the office work that in today's terms needs to be done with the English language and with computers and with accounting skills. I have as many people placed there by the Congress as by the left fronts. So the issue is not that it's controlled by anybody. The issue is whether these people who are placed there are efficient or not. If they are efficient, I don't care if they are affiliated to one party or the other. And this is not only about the left. Seriously not. Both parties have people placed there, and both parties need to give me people placed there who are efficient. സൂരജ് സജീവനുമായി. സൂരജ്, കാൽക്കാസിന് കഴിവില്ലാത്തവർ പാർട്ടി നിയമനങ്ങളിൽ വന്നു പ്രതിസന്ധിയിലാക്കുന്നു എന്നല്ലേ മല്ലിക സാരാഭായ് പറയുന്ന ഇംഗ്ലീഷിന് മലയാളം? ഹാഷ്മി, ഒരു ഇംഗ്ലീഷ് മെയിൽ പോലും അയക്കാൻ അറിയാത്ത ആളുകളാണ് ഈ ജോലി ചെയ്യുന്നത് എന്നുള്ള കടുത്ത വിമർശനമാണ് മല്ലിക സാരാഭായ് ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദൈനംദിന കാര്യങ്ങളടക്കം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിലുള്ള വലിയ പ്രതിസന്ധിയാണ് ഈ കലാമണ്ഡലത്തിലുള്ളത്. അതിൽ ഇടത് വലത് പാർട്ടികളുണ്ട്. ഈ രാഷ്ട്രീയ നിയമനങ്ങളിൽ ഒരിക്കലും താൻ തുറന്നു പറയില്ലായിരുന്നു, പക്ഷേ ഈ കഴിവുള്ള ആളുകളെ നിയമിക്കണമായിരുന്നു. അത്തരത്തിൽ ഈ കഴിവുള്ള ആളുകളെ നിയമിക്കാത്തതാണ് ഈ പ്രതിസന്ധിക്ക് ഇടയാക്കുന്നത് എന്നുള്ളതാണ് മല്ലിക സാരാഭായ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഈ മല്ലിക സാരാഭായിയുടെ വിമർശനം പുറത്തു വന്നതിന് പിന്നാലെ വലിയ പ്രതിരോധത്തിലാണ് LDFും അതോടൊപ്പം തന്നെ സർക്കാരും എല്ലാം ഉള്ളത്. 2022 അന്നത്തെ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാനും സർക്കാരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നായിരുന്നു ഈ മല്ലിക സാരാഭായിയെ ഇത്തരമൊരു ചാൻസലറാക്കി കൊണ്ടുവരുന്നത്. പക്ഷേ അതിനുശേഷം ഈ സർവകലാശാലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല കുറി വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്ന് മല്ലിക സാരാഭായിയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉണ്ടായപ്പോഴും സർക്കാർ മൗനം പാലിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ സർക്കാരിനെ തന്നെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന അല്ലെങ്കിൽ വെട്ടിലാക്കുന്ന ഒരു പ്രതികരണമാണ് അവരുടെ. മല്ലിക സാരാഭായ് ഉറപ്പായും അതിൽ എതിർപ്പുണ്ടാവണം. മല്ലിക സാരാഭായ് കലാമണ്ഡലത്തിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.